ഇവിടെ തണുപ്പുകാലം കഴിഞ്ഞു വസന്തകാലം വരവായി. ഇരുണ്ടു മൂടിയ പുലർകാലങ്ങൾ മാറി വർണ്ണശബളമായ പൂക്കളുടെയും പഴങ്ങളുടെയും കാലമായി. ഓസ്ട്രേലിയയിൽ മെൽബണിലെ എൻ്റെ വീടിനോട് ചേർന്നുള്ള ചെറിയ ഒരു കൃഷിത്തോട്ടവും അതിലെ മനോഹര കാഴ്ചകളും കാണുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. ആദ്യമായി ഈ മൂലയിൽ കാണുന്നത് ഒരു റോസ്മേരി ചെടിയാണ്. ഇതിൻ്റെ ഇലകളും തണ്ടുകളും തരുന്ന മണവും രുചിയും പാശ്ചാത്യരുടെ അടുക്കളയിലെ ഒരു പ്രധാന സുഗന്ധദ്രവ്യമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു. ഈ കാണുന്നത് ബ്രോഡ് ബീൻസ് ആണ്. കക്ഷി ഇത്തവണ കുറച്ച് മടിയനാണെന്ന് തോന്നുന്നു. കായകൾ പറിക്കേണ്ട കാലമായെങ്കിലും ഇവിടെ പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് ബീറ്റ്റൂട്ടിൻ്റെ വിത്ത് പാകിയിരിക്കുന്നതാണ്. ചില മിടുക്കന്മാർ വളർന്നു തുടങ്ങിയിരിക്കുന്നത് കാണാം. കുറച്ചു പേരെ കിളികൾ കൊണ്ടുപോയതുകൊണ്ടാണ് വലയിട്ട് മൂടിയിരിക്കുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇതാണ് കുഞ്ഞുള്ളി, ചെറിയുള്ളി എന്നെല്ലാം ഓമനപ്പേരുള്ള ഷാലറ്റ്സ്. ഇത്തവണ പൂക്കൾ വന്നതുകൊണ്ട് വലിയ വിളവൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ കാണുന്നത് സ്നോപ്പീസ് എന്നറിയപ്പെടുന്ന ശീതകാല ബീൻസ്. പറഞ്ഞിട്ടെന്താ കാര്യം, ശീതകാലം കഴിഞ്ഞ് വസന്തം വിരിഞ്ഞതൊന്നും കക്ഷി അറിഞ്ഞ മട്ടില്ല. ഒരു പൂവ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാഴ്ച കൂടി നോക്കും, ഇല്ലെങ്കിൽ വെട്ടി അരിഞ്ഞ് കോഴികൾക്കും മണ്ണിര കുഞ്ഞന്മാർക്കും തിന്നാൻ കൊടുക്കും. എൻ്റെ അടുത്ത കളി. കുറച്ച് സക്കുലൻ ചെടികളാണിവ. ചിലതൊക്കെ പൂക്കളുമായി നിൽക്കുന്നു. മനോഹരങ്ങളാണ് ഈ ചെടികൾ. ഈ സക്കുലൻ ചെടികളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ പുതിന അഥവാ മിൻ്റാണ്. കക്ഷി തറയിൽ വളർന്നൊരു ശല്യമായപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി നട്ടിരിക്കുകയാണ്. ഇവനാണ് ബേ ലീഫ് എന്ന ചെടി. ശരിക്കും ഇവൻ ചെറിയ ചെടിയൊന്നുമല്ല കേട്ടോ. മണ്ണിൽ നട്ടാൽ ഇവനൊരു വൻമരമാകാനും മടിക്കില്ല. മനോഹരമായ കുഞ്ഞൻ പൂക്കളുമായിട്ടുള്ള ആ നിൽപ്പ് കണ്ടോ എൻ്റെ സാറേ. ഈ കക്ഷിയാണ് മാൻഡറിൻ എന്ന ഇനം ഓറഞ്ച് മരം. കുഞ്ഞു പൂക്കളായി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 3 വർഷങ്ങളായി കായ്ക്കാറുണ്ട്. കായകൾ പിടിച്ചു കിട്ടിയാൽ അടിപൊളി ഓറഞ്ചുകളാണ്. ഇതാ ഒരു കറ്റാർവാഴ അഥവാ അലോവേര ചെടി. ഇതിൻ്റെ ഗുണഗണങ്ങളൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇനമല്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു പൂ വിരിയാൻ തുടങ്ങുന്നത് നമുക്ക് കാണാം. ഇവൻ ഒരുതരം നാരകമാണ്. തഹീഷ്യൻ ലൈം എന്നാണ് ശരിക്കും പേര്. പൂവുകളായി വരുന്നതേ ഉള്ളൂ. 2ാം വർഷമാണ് കായ്ക്കാൻ തയ്യാറാകുന്നത്. അടിപൊളി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മരം ഒരു പീച്ച് മരമാണ്. ആപ്പിളിൻ്റെ വലിപ്പവും രൂപഭംഗിയുമുള്ള പീച്ച് നല്ല രുചികരമായ ഒരു പഴമാണ്. ഇതിലുള്ള പൂക്കൾ മുഴുവൻ കായ് പിടിച്ചിരുന്നെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സമയമാവുമ്പോൾ ഒരുതരം കേടുവന്ന് കുറേ കൊമ്പുകളും ഇലകളും എല്ലാം കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. പലതരം മരുന്ന് പ്രയോഗങ്ങൾ നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ വിഷമടിക്കാതെ കിട്ടുന്നത് മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ. എനിക്ക് ദിവസവും മുട്ടകൾ ഇട്ട് തരുന്ന 2 കോഴികളാണിവ. ഇവരുടെ കൂട് ഒരു 1.5 കൂടാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തിരിക്കുന്നു. ഈ കാണുന്നത് മറ്റൊരു നാരകമാണ്. കുരുവില്ലാത്ത ഇനം വെസ്റ്റ് ഇന്ത്യൻ ലൈം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നിന്നുള്ള നാരങ്ങകൾ ഉപയോഗിച്ചാണ് എൻ്റെ ചാനലിലുള്ള ലൈം സ്ക്വാഷ്, നാരങ്ങ അച്ചാർ തുടങ്ങിയവ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വീഡിയോകളുടെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. പല പ്രായത്തിലുള്ള നാരങ്ങകൾ ഇപ്പോൾ നമുക്കിതിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ കാണുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്, ബ്ലൂബെറി. പൂവുകളായി വരുന്നത് നമുക്ക് കാണാം. പുതിയ ചെടിയാണ്. കുറച്ചെങ്കിലും ബ്ലൂബെറി പഴങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു.
ഇനി കുറച്ച് ഇലക്കറികളാണ്. ഈ കാണുന്നത് 2 ഇനം കേലുകളാണ്. കേളി കേലും ലാസിനാറ്റോ കേലും. ഈ കേളി കേൽ ഉപയോഗിച്ചിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ഒരു സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന ഈ കെയിൽ ആള് സാധാരണക്കാരനല്ല കേട്ടോ. ഈ കാണുന്ന ഇലച്ചെടിയുടെ പേരാണ് പാഴ്സ്ലി. മെഡിറ്ററേനിയൻ പാചകത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ഇലവർഗ്ഗമാണിത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള 1-2 വിഭവങ്ങളുടെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കാണുന്നതാണ് വെളുത്തുള്ളി അഥവാ ഗാർലിക്. ഇത് നടുന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മാസത്തോളം വളർച്ചയായിട്ടുണ്ട്. ഇനിയൊരു 3-4 മാസം കൂടി വളർച്ച ബാക്കിയുണ്ട്. വിളവെടുക്കുന്ന വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്രയുമാണ് ഈ വർഷത്തെ എൻ്റെ ശീതകാല വിളകൾ. ഇപ്പോൾ വസന്തകാലത്തിലെ കൃഷികൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.